اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തനസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന എൻ്റെ ശൈഖ് തങ്ങളുടെ ഒരു കിതാബാണ്. ബഹുമാനപ്പെട്ട സമാഹത്തുൽ വജീഹ് സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അത്തനസുലാത്തുൽ ഇലാഹിയ എന്ന വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണത്. മുഴുവൻ അദ്ദേഹത്തിൻ്റെ കശ്ഫുകൾ പറയുന്ന ഗ്രന്ഥം. അല്ലാഹു തആല ഇത് പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അതിൽ ഒന്നാമത്തെ അധ്യായമുണ്ട് തഅല്ലമുൽ ഹുബ്ബ്. ഹുബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യണം? തഅല്ലും ചെയ്യണം. അൽ ഹുബ്ബു, പ്രണയം എന്ന് പറയുന്നത് ഷാഫിഉൻ, അതൊരു ശുപാർശകനാണ്. മുശഫഉൻ, ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ആരാണ്? ഹുബ്ബാണ്. എന്താണ് പറഞ്ഞത്? ശുപാർശ ചെയ്യുന്നതിൻ്റെയും സ്വീകരിക്കപ്പെടുന്നതിൻ്റെയും ഇടയിലുള്ള മർമ്മം പ്രണയമാണ്. വസ്വാദിഖുൻ മുസദ്ദഖുൻ, അതൊരു സത്യവും അംഗീകരിക്കപ്പെട്ടൊരു കാര്യവുമാണ്. ഏത്? പ്രണയം എന്ന് പറയുന്നത് ഹുബ്ബ്. മാ തശഫഅ ബിഹി അഹദുൻ ഇലല്ലാഹ് ഇല്ലാ ഫുത്തിഹത് ലഹുൽ അബ്വാബ് വറആ ബിഗൈരി ഹിജാബ്. പ്രണയം കൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത ഒരാൾക്കും അള്ളാഹു അവിടുത്തെ വാതിലുകൾ തുറക്കാതിരുന്നിട്ടില്ല. പ്രണയം തവസ്സുലാക്കി ദുആ ചെയ്ത ഒരാൾക്കും അല്ലാഹു തആല അല്ലാഹുവിലേക്കുള്ള കവാടങ്ങൾ തുറക്കാതിരുന്നിട്ടില്ല. വറആ ബിഗൈരി ഹിജാബ്, തടസ്സങ്ങളൊന്നും കൂടാതെ ഒരല്ലാഹുവിനെ ദർശിച്ചു. കാരണം എന്താ? പ്രണയത്തോടു കൂടെയാണ് അവർ എന്ത് ചെയ്തത്? അല്ലാഹുവിലേക്ക് പോയത്. അതിൻ്റെ ആശയം അതാണ്. പ്രണയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരല്ലാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അല്ലാഹു തആല അത് തരും. അല്ലാഹുവിനോട് പറയണ, റബ്ബേ എനിക്ക് നിന്റെ പ്രണയമാണ് വേണ്ടത്, നിന്നോടുള്ള അനുരാഗമാണ് വേണ്ടത് എന്ന് ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ഒരിക്കലും അല്ലാഹു അവൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാതിരുന്നിട്ടില്ല. അവരൊക്കെ തന്നെയും ഒരു മറയുമില്ലാതെ അല്ലാഹുവിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. വൽ ഹുബ്ബു, പ്രണയം എന്ന് പറയുന്നത് കഫാറത്തുൻ ലികുല്ലി ദംബ്, എല്ലാ തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തമാണ് ശരിക്കേത് പ്രണയം എന്ന് പറയുന്നത്. വസതുറുൻ ലികുല്ലി ഐബ്, എല്ലാ പോരായ്മകൾക്കുമുള്ള, എല്ലാ വീഴ്ചകൾക്കുമുള്ള മറയാണ് സത്യത്തിൽ എന്ത്? മഹബ്ബത്ത്. ഒരാളെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഉണ്ടെങ്കിൽ അവൻ പാപസുരക്ഷിതനായിരിക്കും. അവൻ്റെ പോരായ്മകൾ അല്ലാഹു തആല മറച്ചു കളയും. ഹൃദയത്തിൽ എന്ത് വേണം? പ്രണയം വേണം. അൽ ഹുബ്ബു ഹജ്ജുൻ, പ്രണയം ഹജ്ജാണ്. അൽ ഹുബ്ബു ഉംറത്തുൻ, പ്രണയം ഉംറയാണ്. അൽ ഹുബ്ബു ഹിജ്റത്തുൻ, പ്രണയം ഹിജ്റയാണ്. എന്താണ് പ്രണയം? ഹജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ആത്മാവ് പ്രണയമാണ്. ഉംറയുടെ ആത്മാവ് പ്രണയമാണ്. ഹിജ്റയുടെ ആത്മാവ്, അതിൻ്റെ പൊരുൾ, അത് പ്രണയമാണ്. അൽ ഹുബ്ബു നദറ, പ്രണയം എന്ന് പറയുന്നത് ഒരു നോട്ടമാണ്. വലൗലാഹുമാ ഖലഖല്ലാഹുൽ അബ്സാർ, ആ ഹുബ്ബില്ലെങ്കിൽ അല്ലാഹു തആല കാഴ്ചകളെ സൃഷ്ടിക്കുമായിരുന്നില്ല. പ്രണയമില്ലെങ്കിൽ അല്ലാഹു തആല കാഴ്ചകളെ സൃഷ്ടിക്കുമായിരുന്നില്ല. അൽ ഹുബ്ബു ഹംസത്തുൻ, പ്രണയം ഒരു ശബ്ദമാണ്, മർമ്മരമാണ്.
വലൗലാഹു മാ ഖലഖല്ലാഹുൽ അസ്മാ. പ്രണയമില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല കേൾവികളെ പടക്കുമായിരുന്നില്ല. പ്രണയം കേൾക്കാനാണ് അല്ലാഹു തആല. പ്രണയത്തിൻ്റെ ഒരു മാസ്മരികത കൊണ്ടാണ് ഇവിടെ കേൾവികൾ ഉണ്ടായത്. പ്രണയമില്ലെങ്കിൽ കാഴ്ചകളില്ല, പ്രണയമില്ലെങ്കിൽ എന്തില്ല, കേൾവികളില്ല. അൽ ഹുബ്ബു, പ്രണയം എന്ന് പറയുന്നത് സബബ് വുജൂദിൽ ആലം, ഈ ലോകം ഉണ്ടാവാനുള്ള കാരണം പ്രണയമാണ്, അല്ലേ? കുന്തു കൻസം മഖ്ഫിയ, ഞാനൊരു മറയപ്പെട്ട നിധിയായിരുന്നു. ഫഹ്ബബ്തു, ഞാൻ ഇഷ്ടപ്പെട്ടു. അൻ ഉറഫ, എന്നെ അറിയപ്പെടലിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഫഖലഖ്തുൽ ഖൽഖ, ഞാൻ സൃഷ്ടിപ്പ് നടത്തി. അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഫഹ്ബബ്തു, ഞാൻ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടമാണ് ഈ ലോകം ഉണ്ടാകാനുള്ള കാരണം. സബബ് വുജൂദിൽ അൽ ഹുബ്ബു, പ്രണയമാണ്. സബബ് വുജൂദിൽ ആലം, ഈ ലോകം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പ്രണയമാണ്. അതുകൊണ്ട് തഅല്ലമുൽ ഹുബ്ബ്, നിങ്ങൾ പ്രണയം എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. വഅല്ലിമൂഹു ഔലാദക്കും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രണയം പഠിപ്പിക്കണം. ഫി അവ്വലി ഖുബ്ലത്തിൻ മിനൽ ഉമ്മ അലാ ജബീനി തിഫ്ലിഹാ തുഅല്ലിമുഹുൽ ഹുബ്ബ്. ഒരു ഉമ്മ ചെറിയ പ്രായത്തിൽ ആ കുട്ടിയുടെ നെറ്റിത്തടത്തിലേക്ക് വെക്കുന്ന ആ ഒരു മുത്തം, അത് കണ്ടിട്ടാണ് കുട്ടികൾ പ്രണയം പഠിക്കുന്നത്. എന്താണ്? ഫി അവ്വലി ഖുബ്ലത്തിൻ മിനൽ ഉമ്മ, ഒരു ഉമ്മയിൽ നിന്നുള്ള ആദ്യ ചുംബനം. അലാ ജബീനി തിഫ്ലിഹ, ആ ഉമ്മയുടെ കുട്ടിയുടെ നെറ്റിത്തടത്തിലേക്ക് കൊടുക്കുന്ന ആദ്യ ചുംബനം. അത് തുഅല്ലിമുഹുൽ ഹുബ്ബ്, അത് ആ കുട്ടിയെ എന്ത് പഠിപ്പിക്കുകയാണ്? പ്രണയം പഠിപ്പിക്കുകയാണ്. അപ്പം സത്യത്തിൽ നമ്മളെ പ്രണയം പഠിപ്പിച്ചത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വ ചെയ്തു കൊടുക്കട്ടെ. അൽ ഹുബ്ബു, പ്രണയം എന്ന് പറയുന്നത് മിഫ്താഹു കുല്ലി ബാബിൻ, എല്ലാ വാതിലുള്ള ചാവി ഏതാണ്? അള്ളാഹുവിലേക്കുള്ള ഏതൊക്കെ തരം വാതിലുണ്ടോ അതിനൊക്കെയുള്ള ചാവി പ്രണയമാണ്. അൽ ഹുബ്ബു ഹയാത്തുൽ ഖുലൂബി വഗിദാഉഹാ, പ്രണയം ഹയാത്തുൽ ഖുലൂബ്, അത് ഹൃദയത്തിൻ്റെ ജീവന, ഹൃദയങ്ങളുടെ ജീവനും, വഗിദാഉഹാ, അതിനൊക്കെയുള്ള ഭക്ഷണവുമാണ്. ഹൃദയത്തിൻ്റെ ജീവനും ഹൃദയത്തിൻ്റെ ഭക്ഷണവും ഏതാണ്? ഹുബ്ബാണ്, പ്രണയമാണ്. ഖൽബുൻ, ഒരു ഹൃദയം. ലാ യഅരിഫുൽ ഹുബ്ബ്, അതിന് പ്രണയം അറിയില്ല, അതിന് പ്രണയം അറിയില്ല എങ്കിൽ ഖൽബുൻ മയ്യിത്തുൻ, അത് മയ്യിത്തായ ഹൃദയമാണ്, നിർജീവമായ ചത്ത ഹൃദയമാണത്. പ്രണയമറിയാത്ത ഹൃദയം, ചത്ത ഹൃദയം. അൽ ഹുബ്ബു, സ്നേഹം. യഖ്താറുൽ ഖുലൂബ, ആ സ്നേഹം ചില ഹൃദയങ്ങളെ തിരഞ്ഞെടുക്കും. അല്ലത്തി തസ്തഹിഖു അൻ യൻസില ഫിഹാ, അതിനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഹൃദയങ്ങളെ പ്രണയം എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. എല്ലാവരുടെ കൽബിലും ആ പ്രണയം പോയിരിക്കൂല. ആ പ്രണയം ഇറങ്ങാൻ പറ്റുന്ന ചില ഹൃദയങ്ങളുണ്ട്, അതിലേ എന്ത് ചെയ്യുള്ളൂ? ആ പ്രണയം പോയിരിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ ഹൃദയങ്ങളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹൃദയങ്ങളെ മാറ്റട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയുന്നു, ഫതഹിറു ഖുലൂബക്കും, ഫതഹിറു, നിങ്ങൾ ശുദ്ധീകരിക്കുക, ഖുലൂബക്കും, നിങ്ങൾ ഹൃദയങ്ങളെ ലിൽ ഹുബ്ബ്, പ്രണയം കൊണ്ട് ശുദ്ധീകരിക്കുക. അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ നീ അവരോടുകൂടെയാണ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. മുത്തഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് കൊണ്ടുവരികയാണ്. നിങ്ങളെ ഹൃദയം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രണയം കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കണം. നിങ്ങൾ ആരെ സ്നേഹിച്ചുവോ നിങ്ങൾ അവരോടുകൂടെയാണ് യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. മനസ്സിലാവുണ്ടോ? മൻ ഖാബലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിലേക്ക് മുന്നിട്ടാൽ, ബിൽ ഹുബ്ബി, പ്രണയം കൊണ്ട് മുന്നിട്ടാൽ, പ്രണയത്തിൻ്റെ ഹൃദയവുമായി ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നജാവൻ, രക്ഷപ്പെട്ടു കഴിഞ്ഞു. വമൻ ഖാബലല്ലാഹ ബില്ലാഹ്, വമൻ, ഒരാൾ ഖാബലല്ലാഹ, അവൻ അല്ലാഹു തആലയിലേക്ക് മുന്നിട്ട്, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് മുന്നിട്ടാൽ, നഅമഹുല്ലാഹു ബിനഫ്സിഹി, അല്ലാഹു തആല സ്വന്തം ഓനോട് കൊടുക്കും. സ്വന്തം, ലാബിൽ ജന്ന, സ്വർഗമല്ല, അള്ളാഹുവിനെ തന്നെ അവന് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫല്ലാഹു തആല അഹബ്ബു മിൻ ഹുബ്ബിഹി, അവൻ്റെ പ്രണയത്തിനേക്കാൾ ഏറ്റവും മികച്ച പ്രണയം അത് അള്ളാഹുവിൻ്റെ പ്രണയമാണ്.
വഅഫ്ളലു മിൻ ഫദ്ലിഹി, അവൻ്റെ ഫദ്ലിനേക്കാൾ ഏറ്റവും മികച്ച ഫദ്ലും അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽ ഹുബ്ബു, പ്രണയം എന്ന് പറയുന്നത് ശിഫാഉൻ ലികുല്ലി ദാ, എല്ലാ രോഗത്തിനുമുള്ള ശിഫയാണ് ഇത് അൽ ഹുബ്. അതുകൊണ്ട് ദാവൂ മർലാക്കും ബിൽ ഹുബ്, രോഗികളെ നിങ്ങൾ പ്രണയം കൊണ്ട് ചികിത്സിക്കുക. രോഗികളെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രണയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. ഉസ്തുറു ഉയൂബക്കും ബിൽ ഹുബ്, നിങ്ങളെ പോരായ്മകളെ നിങ്ങൾ പ്രണയം കൊണ്ട് മറച്ചു കളയുക. നിങ്ങളെ പോരായ്മകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രണയം കൊണ്ട് നിങ്ങൾ മറച്ചു കളയണം. യക്ഫീക ഫി ദുനിയാ, ദുനിയാവിൽ നിനക്ക് മതിയാകും. അന്നക അറഫ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ബബ്തഹു. യക്ഫീക ഫി ദുനിയാ, ദുനിയാവിൽ നിനക്ക് മതിയാകും. അന്നക, നിശ്ചയമായിട്ടും നീ, അറഫ്ത, നീ അറിയൽ, റസൂലല്ലാഹി സ്വല്ലല്ലാഹു, അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞാൽ മതി നീ. വഅഹ്ബബ്തഹു, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടാലും മതി. ദുനിയാവിൽ നിനക്കത് മതി. ഹാദാ, ഈ പറഞ്ഞത് സബബുൻ, ഒരു കാരണമാണ്. കാഫിൻ വ മുഖ്നിഉൻ ലിഅൻ തകൂന മിന സുഅദാഇ ഫി ദുനിയ വൽ ആഖിറ. ഇവിടെ പറഞ്ഞ ഈ പ്രണയം ഉണ്ടല്ലോ, ആ പ്രണയം നിനക്ക് ദുനിയാവും ആഖിറവും വിജയിക്കാൻ മതിയായതാണ്. അതുകൊണ്ട് നീ ഒരു യഥാർത്ഥ അനുരാഗിയാവുക എന്ന് ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു. ഇത് പ്രണയത്തിൻ്റെ മാസം കൂടിയാണ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ. അല്ലാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രണയത്തിൻ്റെ ഹൃദയവുമായി അവരെ അനുയായികളിലേക്ക് കടന്നു വരുന്ന സുന്ദരമായൊരു മാസം കൂടിയാണ്. എത്രയോ ആശിഖീങ്ങളാകുന്ന ആളുകൾ റബീഉൽ അവ്വലിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ ഉണർവിൽ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് എപ്പോഴും റബീഉൽ അവ്വൽ തന്നെയാണ്. എല്ലാ മാസവും റബീഉൽ അവ്വലാണ്, എല്ലാ മാസവും ബറാഅത്ത് രാവാണ്, എല്ലാ മാസവും ലൈലത്തുൽ ഖദ്റാണ്, എല്ലാ മാസവും ചെറിയ പെരുന്നാളാണ്, എല്ലാ ദിവസവും എന്താണ്? റബീഉൽ അവ്വലാണ്. എല്ലാ രാവും റബീഉൽ അവ്വൽ 12-ന്റെ രാവാണ്. മനസ്സിലാവുന്നുണ്ട്? എല്ലാ രാവും ബറാഅത്തിൻ്റെ രാവാണ്, എല്ലാ രാവും ലൈലത്തുൽ ഖദ്റിൻ്റെ രാവാണ്, എല്ലാ രാവും ചെറിയ പെരുന്നാളിൻ്റെ രാവാണ്, എല്ലാ രാവും വലിയ പെരുന്നാളിൻ്റെ രാവാണ്. കാരണം അവരെപ്പോഴും അള്ളാഹുവിലും ഹബീബിലും ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്ത ഹബീബിൻ്റെ പ്രണയം പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.